ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ട്യൂഷൻ സെൻറ്റർ. ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. സോ ഒട്ടും തന്നെ ലാഗില്ലാണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. 2024 ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹമാണ് 2024 JB2. അപ്പോൾ 2024 ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം 2024 JB2. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. 2024 വെടിയേറ്റ് സ്ലോവേക്കിയയുടെ പ്രധാനമന്ത്രിയാണ് റോബർട്ട് ഫിക്കോ. 2024 വെടിയേറ്റ് സ്ലോവേക്കിയയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസി. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസി. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനും ആരായിരുന്നു? ബ്ലസി ആയിരുന്നു. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ആരായിരുന്നു? ബ്ലസി ആയിരുന്നു. മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ കാതൽ. മികച്ച ചിത്രം കാതൽ. സംവിധാനം ജിയോ ബേബി. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി ഉർവശി ബീന ആർ ചന്ദ്രൻ. ഉർവശി ബീന ആർ ചന്ദ്രൻ. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കും ബീന ആർ ചന്ദ്രന് തടവ് എന്ന ചിത്രത്തിനും വേണ്ടിയിട്ടാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന പുരസ്കാരങ്ങളെക്കുറിച്ചും ദേശീയ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 വേദി റോട്ടർഡാം. ലോക ഹൈഡ്രജൻ ഉച്ചകോടി 2024 വേദി റോട്ടർഡാം. സ്വദേശി അഭിമാനി കേസരി അവാർഡിന് അർഹനായത് SR ശക്തിധരൻ. സ്വദേശി അഭിമാനി കേസരി അവാർഡിന് അർഹനായത് SR ശക്തിധരൻ. 2023 54 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് ഗുജറാത്ത് വെച്ചായിരുന്നു. 2023 54 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തത് ഗുജറാത്തായിരുന്നു. കേരള സർക്കാർ സംസ്ഥാന ബഡ്ജറ്റിനോടൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം 2024. കേരള സർക്കാർ സംസ്ഥാന ബഡ്ജറ്റിനൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2024. ഇതുവരെ പറഞ്ഞത് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവിഷൻ ചെയ്യാം. 2024 ബഡ്ജറ്റിനൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അതേപോലെ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസിയാണ്. 2024 ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുന്ന ചിഹ്നഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ 2024 JB2. അതേപോലെ തന്നെ 6G ഡിവൈസസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ഹൈഡ്രജൻ ഉച്ചകോടി 2024 ഹൈഡ്രജൻ ഉച്ചകോടി നടക്കുന്ന റോട്ടർഡാം ആണ്. സ്വദേശി അഭിമാനി കേസരി അവാർഡ് ലഭിച്ചത് ശക്തിധരൻ. 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന K-ലിഫ്റ്റ് ഉപജീവന പദ്ധതി ആരംഭിച്ചത് കുടുംബശ്രീ. 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന K-ലിഫ്റ്റ് ഉപജീവന പദ്ധതി ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുടുംബശ്രീ. 2024 ബിംസ്റ്റെക് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. 2024 ബിംസ്റ്റെക് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. കേരള മീഡിയ അക്കാദമി 2024 മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീൻ പത്രപ്രവർത്തകനാണ് വാഇൽ ദഹ്ദൂഹ്. കേരള മീഡിയ അക്കാദമിയുടെ 2024 മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പാലസ്തീൻ പത്രപ്രവർത്തകനാണ് വാഇൽ ദഹ്ദൂഹ്. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ
കുടുംബാരോഗ്യ കേന്ദ്രമാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വികസിത ഭാരതത്തിനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. ദേശീയ ശാസ്ത്ര ദിനം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ February 28 ദേശീയ ശാസ്ത്ര ദിനം എപ്പോഴാണ്? February 28 തൊട്ടാണ്. ഇത് എപ്പോൾ തൊട്ട് ആചരിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1987 തൊട്ടിട്ടാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. 1987 തൊട്ടിട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1928 February 28 CV രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ ആദരവായിട്ടാണ് നമ്മൾ ഈ ദേശീയ ശാസ്ത്ര ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ CV രാമൻ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1930 അപ്പോൾ 1930 CV രാമൻ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. 1928 February 28 രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കുകയും ചെയ്തു. ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മികച്ച സമുദ്ര സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയത് ആന്ധ്രാപ്രദേശ്. ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മികച്ച സമുദ്ര സംസ്ഥാനത്തിനുള്ള പുരസ്കാരം നേടിയതാരാണ്? ആന്ധ്രാപ്രദേശ്. കമ്പ്യൂട്ടറുകളിലെ സൈബർ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഉപയോഗിക്കുന്ന ഉബുണ്ടു അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ. കമ്പ്യൂട്ടറുകളിലെ സൈബർ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഉപയോഗിക്കുന്ന ഉബുണ്ടു അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ യുവാക്കളുടെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഉന്നതി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ യുവാക്കളുടെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഉന്നതി. ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം സ്ഥാപിതമാകുന്നത് ഭുവനേശ്വർ. എയ്റോസ്പേസ് അഭിലാഷങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ അവതരിപ്പിച്ചത് ചൈനയാണ്. എയ്റോസ്പേസ് അഭിലാഷങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും ശക്തമായ എയ്റോസോണിക് വിൻഡ് ടണൽ അവതരിപ്പിച്ചത് ചൈന. ഇതുവരെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ ക്വിക്കായിട്ടൊന്ന് റിവിഷൻ ചെയ്യാം. അപ്പോൾ ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. അതേപോലെ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ ആരാന്ന് ചോദിച്ചാൽ വാഇൽ ദഹ്ദൂഹ് ആണ്. അതേപോലെ ബിംസ്റ്റെക് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. ലിഫ്റ്റ് പദ്ധതി ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുടുംബശ്രീ ആണ്. അതേപോലെ തന്നെ 54 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അമിത്ഷാ. ആ അനാച്ഛാദനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. അതേപോലെ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ്. കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ബ്ലസ്സിയാണ്. ബ്ലസ്സിക്കാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ലോകത്തിൽ ആദ്യമായിട്ട് 6G ഡിവൈസസ് പുറത്തിറക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് HDFC. ഹൈഡ്രജൻ ഉച്ചകോടി നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ റോട്ടർഡാമിലാണ്. സ്വദേശാഭിമാനി കേസരി അവാർഡ് ലഭിച്ചത് ശക്തിധരൻ. അതേപോലെ ഉന്നതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചാൽ പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവരുടെ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. അതേപോലെ മായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉബുണ്ടു അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറുകളിലെ സൈബർ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും ആ തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി
ജീവാനന്ദം. ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരമാണ് തഹസിൻ ജംഷീദ്. ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരമാണ് തഹസിൻ ജംഷീദ്. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് റിതു ബഹി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് റിഹു ബഹി. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പരിപാടിയാണ് സ്വയം. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പരിപാടിയാണ് സ്വയം. കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ഹൈക്കോടതിയാണ് സിക്കിം. അപ്പോൾ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ഹൈക്കോടതിയാണ് സിക്കിം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ് സിക്കിം. സിക്കിം ഹൈക്കോടതി നിലവിൽ വന്നത് 1975 സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ആർക്കെതിരെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിനെതിരെ ആയിരുന്നു. സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം ഏത് ടീമിനെതിരെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിനെതിരെ ആയിരുന്നു. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊടികുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊടികുന്നിൽ സുരേഷ്. പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിച്ച വിമാന കമ്പനിയാണ് എയർ കേരള. പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിച്ച വിമാന കമ്പനി എയർ കേരള. 2023 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിന്റെ വേദിയാണ് കോലാലംപൂർ. 2023 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിന്റെ വേദി കോലാലംപൂരാണ്. 2025 എവിടെയാന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്. 2023 ജയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു. അപ്പോൾ 2023 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിന്റെ വേദി കോലാലംപൂർ. വിജയിച്ചത് ജർമ്മനിയാണ്. ഫൈനലിൽ തോൽപ്പിച്ചത് ഫ്രാൻസിനെ. 2025 എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. 18ാമത് ലോകസഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓം ബിർള. 18ാമത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 18ാമത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. പ്രോ ടൈം സ്പീക്കർ ഭർതൃഹാരി മെഹതാബ്. ഭർതൃഹാരി മെഹതാബ്. 2024 ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്ന കേരളത്തിലെ നഗരമാണ് തൃശ്ശൂർ. 2024 ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്ന കേരളത്തിലെ നഗരം തൃശ്ശൂർ. ഒഡീഷയിലെ MLA ആകുന്ന ആദ്യ മുസ്ലിം വനിതയാണ് സോഫിയ ഫിർദൌസ്. ഒഡീഷയിലെ MLA ആകുന്ന ആദ്യ മുസ്ലിം വനിത സോഫിയ ഫിർദൌസ്. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബഡ്ജറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഭൂട്ടാൻ. 2024-25 ഇന്ത്യയുടെ ഇടക്കാല ബഡ്ജറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം ലഭിച്ച രാജ്യം ഭൂട്ടാൻ. ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ആരംഭിച്ചത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ആരംഭിച്ചത് ഉത്തരാഖണ്ഡ്. 2024 20ാമത് P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 2024 20ാമത് KP കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇതുവരെ പറഞ്ഞത് ഫുള്ളായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം.
ഒഡീഷയിലെ ആദ്യ മുസ്ലിം MLA ആണ് സോഫിയ ഫിർദോസ്. 2024-25 ഇടക്കാല ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം ലഭിച്ച രാജ്യമാണ് ഭൂട്ടാൻ. ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരിയാണെന്ന് പറഞ്ഞത് മദ്രാസ് ഹൈക്കോടതിയാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. 20ാമത് പി കേശവദേവ് പുരസ്കാരം, സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. തഹസീൻ ജംഷീദ് ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ്. സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് റിതു ബഹി. ആർത്തവ അവധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി. ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ്. 1975 നിലവിൽ വന്നു. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയത് കൊടികുന്നിൽ സുരേഷാണ്. സുനിൽ ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കുവൈറ്റിനെതിരെയായിരുന്നു. ഇതോടെ ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഇതേപോലെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ പറയുക, ഞാൻ അടുത്ത വീഡിയോ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.